അങ്ങനെ അന്നും ഇന്നും വിവാദമായിരുന്ന ആ ഹാഗിയ സോഫിയ എന്ന തുർക്കിയിലെ പള്ളി സൈന്യത്തെ വീഴ്ത്തുകയാണ്. ഹാഗിയ സോഫിയയുടെ പള്ളി മിനാരങ്ങളിൽ ഇസ്ലാമിന്റെ ബാങ്കുലികൾ മുഴങ്ങുകയാണ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരരെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു സുദിനത്തിൽ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനും 800 വർഷങ്ങൾക്ക് ശേഷം ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ നടുക്ക് സംഭവിച്ച ഒരു മഹത്തായ ചരിത്രമാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഒരു നല്ലൊരു അവതരണ ഗാനത്തോടുകൂടി കഥയിലേക്ക് പ്രവേശിക്കാം. ഒരു നാളിൽ മഹ്ശറ സബ കൊള്ളേ വരും ഞാനേ, ഒരു നാളിൽ മഹ്ശറ സബ കൊള്ളേ വരും ഞാനേ, കൊടും ചൂടിൻ അർശിന്റെ തണലേകോ സുബ്ഹാനേ, കൊടും ചൂടിൽ അർശിന്റെ തണലേകോ സുബ്ഹാനേ, തണലേകോ സുബ്ഹാനേ. മുറാദി ആഖിറം അല്ലാഹ് മുറാദി നിഹികാ മുറാദി ആഖിറം അല്ലാഹ് മുറാദി നിഹികാ അല്ലാഹ്. ഇടി മിന്നൽ പരിശീല സിറാത്തേറി പറന്നിടാം, ഇടി മിന്നൽ പരിശീല സിറാത്തേറി പറന്നിടാം. ഒടുങ്ങാത്ത കൊതിയുണ്ടേ ഉദകം റഹ്മാനേ, ഒടുങ്ങാത്ത കൊതിയുണ്ടേ ഉദകം റഹ്മാനേ, ഉദകം റഹ്മാനേ. മുറാദി ആഖിറം അല്ലാഹ് മുറാദി നീകാ അല്ലാഹ്, മുറാദി ആഖിറം അല്ലാഹ് മുറാദി നീകാ അല്ലാഹ്. അതെ, മുറാദി ആഖിറം അല്ലാഹ്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഈ ഒരു കഥ നിങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതെ, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കിട്ടാക്കനിയായ കോൺസ്റ്റാന്റിനോപ്പിൾ. എവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ? ഇന്നത്തെ തുർക്കി, മോഡേൺ തുർക്കിയുടെ ഭാഗമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇന്ന് അതിനെ ഇസ്താംബൂൾ എന്ന് വിളിക്കുന്നു. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാള് ഇന്നും സൂക്ഷിച്ചിട്ടുള്ളത്, ബ്ലൂ മോസ്കിൽ. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നജാശി രാജാവിനെ എഴുതിയ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. പലവിധ ആസാറുകളും സൂക്ഷിച്ചു വെച്ചത് തുർക്കിയുടെ ഭാഗമായ ഇസ്താംബൂളിലാണ്, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു ഭാഗത്ത് ഭരിച്ചിരുന്നത് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയായിരുന്നു. ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭ അവിടെ ഭരിക്കുന്ന സമയത്ത് ജനങ്ങളോട് ക്രൂരതയും അഴിമതിയും മാത്രവുമല്ല, ബലാത്കാരമായി പോലും രാജാക്കന്മാർ ഇടപെട്ടാൽ ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് തൊട്ടടുത്ത മുസ്ലിങ്ങളോട് പലപ്പോഴുമായിട്ടും അവർ സഹായം തേടിയിരുന്നു. അങ്ങനെ അതാ മുസ്ലിമീങ്ങൾക്ക് കിട്ടാക്കനിയായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ കഥ. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കരയിലൂടെ കപ്പലോടിച്ച യോദ്ധാവ്. അതെ, കരയിലൂടെ കപ്പലോടിച്ച യോദ്ധാവ്. നിറഞ്ഞ ചരിതം ഇസ്സയായി തുടങ്ങി, ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും ചൊല്ലി, അഹദിലായി നിറച്ച ചരിതം ഇസ്സയായി തുടങ്ങി. ധീരചരിത മണ്ണിൽ തിരുവാതിന്റെ കണ്ണിൽ വീരശൗര്യമിന്നിൽ നിറയായി പൊടിഞ്ഞതായി, ധീരചരിത മണ്ണിൽ തിരുവാതിന്റെ കണ്ണിൽ വീരശൗര്യമിന്നിൽ നിറയായി പൊടിഞ്ഞതായി. പ്രശാന്ത സുന്ദരമായ അറേബ്യൻ മണലാരുണ്യം, പവിത്രമായ പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനത്തുൻ നബവി. ആ മദീനത്തുൻ നബവിയിൽ തോളോട് തോൾ ചേർന്നിരിക്കുന്ന സഹാബി വര്യന്മാർ. ആ സഹാബി വര്യന്മാരിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തിരിഞ്ഞിരുന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്? ലതുഫ്തഹന്നൽ ഖുസ്തൻതീനിയ ഫലനിഅമൽ അമീറു അമീറുഹാ വലനിഅമൽ ജയ്ഷു ദാലികൽ ജയ്ഷ്.
തീർച്ചയായും നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. തീർച്ചയായും നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. അതിന്റെ സൈന്യാധിപൻ ഏറ്റവും ഉത്കൃഷ്ടനും അത് കീഴടക്കുന്ന സൈന്യം ഏറ്റവും മികച്ചവനുമായിരിക്കും. ആരാണ് ഈ പറയുന്നത്? ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ വെളിച്ചത്തിലല്ലാതെ തമാശയാവട്ടെ കാര്യമാവട്ടെ അവിടുന്ന് വഹീന്റെ വെളിച്ചത്തിൽ മാത്രമേ പറയുകയുള്ളൂ. ആ റസൂലാണ് പറയുന്നത്, നിങ്ങൾ തീർച്ചയായും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. അത് കീഴടക്കുന്നവൻ ഏറ്റവും ഉത്കൃഷ്ടനായിരിക്കും. അങ്ങനെ സഹാബിമാര്യന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, ആരായിരിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക? ആരാണ് ഇസ്താംബുൾ കീഴടക്കുക? ആരായിരിക്കും അത്രയും ഉത്കൃഷ്ടനായ ആൾ? പക്ഷേ ആ ഒരു സത്യാവസ്ഥ പുലരാൻ 800 വർഷം കാത്തിരിക്കേണ്ടി വന്നു. മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് രാജാക്കന്മാർ പലതും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ ഇസ്ലാമിന്റെ പോരാട്ട വീതിയിൽ ഈമാനും യുദ്ധപാഠവും കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ ആ ധീരയോദ്ധാവ് ആരാണെന്നല്ലേ? മുത്തുറസൂലിന്റെ വാക്കുകളൊക്കെയും ഹക്കിന്റെ ചാരയായി നിരധീര രൂപമായി സുൽത്താൻ മുഹമ്മദിലായി ഇവൻ ജഗങ്ങളകിലും പടകളുയരും പോർക്കളമേതാ. മുത്തുറസൂലിന്റെ വാക്കുകളൊക്കെയും ഹക്കിന്റെ ചാരയായി നിരധീര രൂപമായി സുൽത്താൻ മുഹമ്മദിലായി ഇവൻ ജഗങ്ങളകില പടകളുയരും പോർക്കളമേതാ. ഹിജ്റ 835 വർഷം മനോഹരമായ ഒരു പ്രഭാതത്തിൽ അതാ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കടിഞ്ഞാനെതുന്ന സുൽത്താൻ മുറാദിന്റെ കൊട്ടാരത്തിൽ ഇന്ന് ആനന്ദത്തിന്റെ ദിവസമാണ്. സുൽത്താൻ മുറാദിനും തന്റെ രാജ്ഞിക്കും സുന്ദരനായ ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. അങ്ങനെ അതിന്റെ ആഘോഷത്തിൽ കൊട്ടാരങ്ങൾ മുഴുവനും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ബാലനായ മുഹമ്മദ് അതാ വളർന്നു വലുതാവുകയാണ്. അങ്ങനെ വളർന്നു വലുതാകുമ്പോൾ മുഹമ്മദ് എന്ന പേര് തന്നെ ഇട്ടു. കാരണം മദീനയും മക്കയും അടങ്ങുന്ന പ്രവിശാലമായ പ്രദേശം മുസ്ലിമീങ്ങൾ ആവുന്നതിന് മുമ്പ് ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം ഗണ്ണിച്ചു നിൽക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്തപ്പോൾ അവരെയൊക്കെ ഒന്നാക്കി മുസ്ലിം ലോകത്തിന്റെ മാതൃക കാണിച്ച ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് തന്നെ സുൽത്താൻ തന്റെ മകനും ഇട്ടു. അങ്ങനെ അതാ ആ സുൽത്താൻ വളർന്നു വലുതാവുകയാണ്, മതവിജ്ഞാനം പഠിക്കുകയാണ്, യുദ്ധതന്ത്രങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ സുൽത്താന് തന്നെ ബോധ്യമായി ഈ ചെറുപ്പക്കാരനായ യുവാവിന് നല്ല പക്വതയുണ്ട്, ഭരണ മികവുണ്ട്, അതുകൊണ്ട് ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയാക്കി മാറ്റുകയാണ്. ഇത് മുഹമ്മദിന്റെ ഭരണ പരിഷ്കാരങ്ങൾക്ക് കൂടുതൽ ഊർജവും കരുത്തും പകർന്നു. എന്നാൽ ആ മുഹമ്മദിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ഒരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ആ ആഗ്രഹം എന്നല്ലേ? ബാലനാം മുഹമ്മദിന്റെ കൽബിലകം സ്വപ്നമായി ചന്ദനബി കിസ്സയിലെ നായകനായി വാണിടാൻ. ബാലനാം മുഹമ്മദിന്റെ കൽബിലകം സ്വപ്നമായി ചന്ദനബി കിസ്സയിലെ നായകനായി വാണിടാൻ. രാജനകൾ നേരിടാൻ വിറച്ചില്ലേ, ക്രൂരവംശ ഭീകരങ്ങളേറെയേറ്റില്ലേ. രാജനങ്ങൾ നേരിടാൻ വിറച്ചില്ലേ, ക്രൂരവംശ ഭീകരങ്ങളേറെയേറ്റില്ലേ. അതെ, ആഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല. പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന ഒരു മഹത്തായ മനുഷ്യനുണ്ട്, അത് ഞാൻ ആകണമെന്ന ഒരു ഉത്കൃഷ്ടമായ ആഗ്രഹം ഈ യുവാവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ യുവാവിനാവട്ടെ മുഹമ്മദിന് വെറും 20 വയസ്സ് മാത്രമാണ്. അങ്ങനെ മുഹമ്മദ് വലുതായപ്പോൾ അതാ അദ്ദേഹത്തിന്റെ പിതാവ് ഈ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ തെറ്റിച്ചിരിക്കുകയും പെട്ടെന്ന് തന്നെ പല ഭരണത്തിന്റെയും ചെങ്കോലെന്തുകയും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ മുഹമ്മദ് ഭരിക്കുകയാണ്. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഷെയ്ഖ് അവറുകൾ എന്നും പറയും, ആ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന ആൾ നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് തന്റെ ഷെയ്ഖ് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം യുദ്ധമുറകളും ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഈ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭ ഭരിച്ചിരുന്ന ഈ ഒരു പ്രദേശം മുഴുവൻ ഒരു കോട്ടയാണ്. ആ
കോട്ടക്ക് മുഴുവൻ ചുറ്റിലും വെള്ളമാണ്. ആ വെള്ളത്തിന് ചുറ്റും 100 കണക്കിന് കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ട്. ആ കപ്പലുകളെല്ലാം ഭേദിച്ചു വേണം ഈ കോട്ടക്കകത്തേക്ക് കടക്കാൻ. ഒരുപാട് രാജാക്കന്മാർ ശ്രമിച്ചു നോക്കി. ഖിലാഫമാരായ 4 ഖലീഫമാർക്ക് ശേഷം മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു പലരും ശ്രമിച്ചു. പക്ഷേ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യവുമായിട്ട് അദ്ദേഹം സർവായുധ വിഭൂഷരായ 2 ലക്ഷം സൈന്യവും 100 കണക്കിന് പടക്കപ്പലുകളും കൂറ്റൻ പീരങ്കികളും സജ്ജമാക്കിയ സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര തിരിച്ചു. നഗരത്തെ സംരക്ഷിക്കുന്ന കൂറ്റൻ കോട്ട, ആ കോട്ടയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിലേക്ക് എത്തിപ്പെടാൻ വളരെ ദുർഘടവുമാണ്. ഈ മാനിക ആവേശത്തിന്റെ അലയലി തീർത്ത സുൽത്താന്റെ സൈന്യം ഇന്ന് വരെ ചരിത്രം ദർശിച്ചിട്ടില്ലാത്ത ആ സാഹസിക കൃത്യത്തിന് തയ്യാറായി. എന്താണ് ആ സാഹസിക കൃത്യം? ഒട്ടകൊത്തളങ്ങൾക്കാക്കും കിങ്കരന്മാരും കരകപ്പലുകളെ കേൾക്കും മുമ്പവന്മാരും. കോട്ടകൊത്തളങ്ങൾക്കാക്കും കിങ്കരന്മാരും കരകപ്പലുകളെ കേൾക്കും മുമ്പവന്മാരും. അടിപിടികളും പടവെട്ടും കടിപിടികളും പടവെട്ടും വെടികൊട്ടിയിലും തടിവീശും കൂട്ടം. മുമ്പിൽ കനം പിടയും നെഞ്ചിൽ കനം പിടയും ദീനിൽ ഇസ്സത്തുയരും തേരോട്ടം. മുമ്പിൽ മനം പിടയും നെഞ്ചിൽ കനം പിടയും ദീനിൽ ഇസ്സത്തുയരും തേരോട്ടം. അതെ, കോട്ടക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ 3 മൈൽ ദൂരം കപ്പലുകൾ തള്ളി നീക്കിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. 3 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 5 കിലോമീറ്റർ ഇവിടുന്ന് കപ്പൽ തള്ളിയിട്ട് കോട്ടയ്ക്ക് സമീപത്തേക്ക് കൊണ്ടുപോകണം. ഈ ഒരു സാഹസികമായ കൃത്യത്തിന്റെ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കൃത്യത്തിനാണ് അദ്ദേഹം തയ്യാറാകുന്നത്. പക്ഷേ 40 ദിവസം അദ്ദേഹവും സംഘവും ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ സ്വപ്നമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ ഈ കോട്ട 40 ദിവസം വളഞ്ഞു. പക്ഷേ അവിടുത്തെ ശത്രു സൈന്യം കീഴടങ്ങിയില്ല. അദ്ദേഹത്തിന്റെ ഭക്ഷണമാകട്ടെ വെണ്ണയും നെയ്യും, അല്പം വെണ്ണയും നെയ്യും മാത്രമായിരുന്നു. അങ്ങനെ 40ാമത്തെ ദിവസം ഇദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ്. എന്താണ്? ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിലേക്ക് കപ്പൽ തള്ളി നീക്കുക. അങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് സുൽത്താൻ മുഹമ്മദ് സംഘവും 100ഓളം കപ്പലുകൾ, 1-2 കപ്പലല്ല, 100ഓളം കപ്പലുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലെ കോട്ടയിലേക്ക് തള്ളി നീക്കുകയാണ്. അങ്ങനെ രാത്രി പുലരുമ്പോൾ തന്നെ കോട്ടകത്തേക്ക് ചാടിക്കയറുകയാണ്. അങ്ങനെ കോട്ടക്കകത്തേക്ക് ചാടിക്കയറി അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികളോടുകൂടി സൈന്യത്തെ വീഴ്ത്തുകയാണ്. അതെ, അങ്ങനെ ശത്രു സൈന്യം ഇന്നത്തെ അങ്ങനെ അന്നും ഇന്നും വിവാദമായിരുന്ന ആ ഹാഗിയ സോഫിയ എന്ന തുർക്കിയിലെ പള്ളി മുസ്ലിം സാമ്രാജ്യം കീഴടക്കുകയായിരുന്നു. ഹാഗിയ സോഫിയയുടെ പള്ളി മിനാരങ്ങളിൽ ഇസ്ലാമിന്റെ ബാങ്കുലികൾ മുഴങ്ങുകയാണ്. നേരിലേടിലും ജയബേരി ജയബേരി പോരിലായിടും പതകേറി പാഹങ്ങളെ മൊഴിയേറ്റം സിദ്ദിഖിലായിടാനുറച്ച മുന്നേറ്റം. ആ മഹാചരിത്രം തീർത്തിടും നിമിത്രം, ആ മഹാചരിത്രം തീർത്തിടും നിമിത്രം. നായകര ഫാത്തിഹിന്റെ വീര്യമൂറും സീറയാം, നായകര ഫാത്തിഹിന്റെ വീര്യമൂറും സീറയാം. സദാ സലാമോദിടാം ചരിത്ര ദിശ നിർത്തിടാം, സദാ സലാമോദിടാം ചരിത്ര ദിശ നിർത്തിടാം, സദാ സലാമോദിടാം ചരിത്ര ദിശ നിർത്തിടാം. അതെ, 800 വർഷം പ്രവാചകന്റെ പ്രവചനം പുലരാൻ വേണ്ടി കാത്തു നിൽക്കുകയും അങ്ങനെ ഇന്നത്തെ തുർക്കി എന്ന് പറയുമ്പോൾ ഇന്നത്തെ യൂറോപ്പിന്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ മുസ്ലിം രാജാക്കന്മാരുടെ ആധിപത്യത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. ഒരു വല്ലാത്ത ഈമാനിക ആവേശമായിരുന്നു അത്. അതേപോലെ തന്നെ ആയിരുന്നു 110 മുതൽ ഏകദേശം 800 വർഷം സ്പെയിൻ, ഇന്നത്തെ സ്പെയിൻ, അൽ ഉന്തുലിസ് എന്ന് പറയുന്ന സ്പെയിൻ, അത് മുഴുവനും അടക്കി ഭരിച്ചിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു. 700 മുതൽ 800 വർഷക്കാലം മുസ്ലിമീങ്ങൾ സ്പെയിൻ അടക്കി ഭരിക്കുകയും അൽ ഉന്തുലിസ്, അന്തലൂസിയ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു. അവിടുന്നാണ് ഇന്നത്തെ മാത്തമാറ്റിക്സിന്റെയും ഇന്നത്തെ മെഡിക്കൽ സയൻസിന്റെയും ഒരുപാട് തന്ത്രങ്ങൾ മോഡേൺ ലോകത്തിന് കൈമാറിക്കൊടുത്തത്. ഇന്ന് നാം കാണുന്ന 1, 2, 3 എന്നുള്ള അക്കങ്ങൾ അടക്കം അതേപോലെ തന്നെ മോഡേൺ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചത് ഈ സ്പെയിനിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു വന്നതോടുകൂടിയാണ്. അവിടുന്നായിരുന്നു യൂറോപ്പിന്റെ ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ മോഡലുകളൊക്കെ അവർ കോപ്പിയടിച്ചത്. അങ്ങനെ പിന്നീട് നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഐക്യം തകർന്നു പോയ സമയത്ത്
വീണ്ടും ക്രിസ്ത്യാനികൾ വന്ന് ആക്രമിക്കുകയും സ്പെയിൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. സ്പെയിനിന്റെ ചരിത്രം ഇതുപോലെ ഒരു പ്രവിശാലമായ ഒരു ചരിത്രമാണ്. നമുക്കത് പിന്നീട് സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. ഈ മുഹമ്മദുൽ ഫാത്തിഹി എന്ന യോദ്ധാവ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫാത്തിഹി എന്ന പേരിൽ ഇസ്ലാമിക ലോകം വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.